വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മളിന്നിവിടെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. കാന്താരി ഫിഷ് തവ ഫ്രൈ. അതിനാവശ്യമുള്ള ഫിഷ് ഇവിടെ എടുത്ത് ഇതുപോലൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-15 കാന്താരി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 ചുവന്നുള്ളി, പിന്നെ ഒരു 3-4 പീസ് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണേ. മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടാൽ മതി. ഇതിനകത്ത് കാന്താരിയുടെയും കുരുമുളകിൻ്റെയും എരിവാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു സ്വല്പം ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. 1 ടീസ്പൂൺ ചില്ലി പൗഡറാണിത്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, ചില്ലി പൗഡർ. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഇതിനകത്ത് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ലൈം ജ്യൂസ് ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കാന്താരി ചേർത്ത് കാരണം നല്ല എരിവ് കാണും കേട്ടോ. നമുക്കിത് ഫിഷിലേക്ക് പുരട്ടാം. കാന്താരി ആയതുകൊണ്ട് കൈ എരിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ നാക്കാം. എന്നിട്ട് നമുക്കിത് ഫുള്ള് തേച്ച് പിടിപ്പിക്കാവേ. ഫിഷ് ഫ്രൈക്ക് എപ്പോഴും നമ്മൾ കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചാലേ അത് ശരിയാകത്തുള്ളൂ. നമ്മൾ സ്പൂൺ ഇട്ടൊന്നും ചെയ്താൽ ശരിയാകത്തില്ല. കൈ ഇച്ചിരി എരിയാരി എന്നാലും ടേസ്റ്റോടെ കഴിക്കണ്ടേ. നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരപ്പുണ്ടല്ലോ, ഇതിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ. തേച്ച് പിടിപ്പിച്ചൊരു 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുള്ളൂ. പെട്ടെന്നെടുത്ത് ഫ്രൈ ചെയ്താൽ ഉണ്ടല്ലോ അരപ്പൊന്നും ഇതിനകത്ത് പിടിക്കത്തില്ല. കട്ട് ചെയ്ത ഭാഗത്ത് അകത്തോട്ടൊക്കെ കുറച്ച് അരപ്പൊക്കെ കയറ്റി ഈ കട്ട് ചെയ്ത ഈ ഭാഗത്തില്ലേ ഇവിടോട്ടൊക്കെ അരപ്പ് കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ കഴിയുമ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് അതിലിട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇടുമ്പോൾ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനായിട്ടാണ് കറിവേപ്പില ചേർക്കുന്നത്. നമ്മുടെ ഫിഷ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ. ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാണും. ഫിഷ് കാന്താരി തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സൈഡും ഞാനിങ്ങനെ തിരിച്ചിട്ട് ഓരോ പ്രാവശ്യമായിട്ട് തിരിച്ചിട്ട് ഞാനിങ്ങനെ 4 സൈഡ് ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ട് വേവിക്കണം കേട്ടോ. എന്നാലേ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ വലിയ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ ഫിഷ് കാന്താരി തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരു നല്ലൊരു ടേസ്റ്റ്. എപ്പോഴും ഒരേപോലത്തെ ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് മടുക്കത്തില്ലേ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. ചപ്പാത്തിയുടെ കൂടെ ഫ്രൈ ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിയുടെ കൂടെയും പോയിക്കോളും കേട്ടോ. ഏറ്റവും നല്ലത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ഒഴിച്ചുകറികളൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്